നമ്മളിപ്പോൾ ബാലി കാണാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. 100 രൂപ കൊടുത്ത് നമുക്ക് വിസ ഇല്ലാതെ പാസ്പോർട്ട് ഇല്ലാതെ നമുക്ക് ബാലി കാണാം. ബാലി ദ്വീപ് ഫെസ്റ്റ്. അതെ, ബാലി ദ്വീപ് ഫെസ്റ്റ്. ആക്ച്വലി ഇതൊരു 100 രൂപയുടെ ടിക്കറ്റ് വെച്ചിട്ടാണ് നമുക്ക് കയറാൻ വേണ്ടിയുള്ള എൻട്രി വരുന്നത്. ഇത് ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻട്രി ഫീസ് കൊടുത്താലും നമുക്ക് സമ്മാനങ്ങൾ കിട്ടും. അതെ, കിട്ടുന്നവർക്ക് കിട്ടും, ഞങ്ങൾക്കല്ലട്ടാ. ഒരു ലക്കി ഡ്രോയുടെ ഫില്ല് ചെയ്തിടുന്നതാണ്. എന്താ സമ്മാനം എന്നും കൂടി അറിഞ്ഞോണ്ട് എന്താ നറുക്കെടുപ്പെന്ന് പോലും അറിയില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലൈങ് ഫ്രീക്കീസ്. ഇറ്റ്സ് മീ കിരൺ. ഇറ്റ്സ് മീ രേഷ്മ. സോ നമ്മ ഇപ്പൊ ഉള്ളത് ബാലി ദ്വീപ് ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നേക്കാണ്. ആക്ച്വലി ഇത് വരുന്നത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത്. ആക്ച്വലി ഇതൊരു നല്ലൊരു പ്രകൃതി രമണീയമായി നിർമ്മിച്ച ഒരു ബാലിദ്വീപാണ്. ആക്ച്വലി ഒരു നാച്ചുറാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതെ, ബാലിദ്വീപ് എങ്ങനെയാണോ അത് ആക്ച്വലി ഇതിനകത്ത് കുറെ ഇതുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം വൈകി പോയി വരാനായിട്ട്, അതുകൊണ്ട് കുറെയൊക്കെ പോയിട്ടുണ്ട്. ഐ മീൻ ബേർഡ്സും കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയിട്ടുണ്ട് ഇവിടുന്ന്. ബാലിദ്വീപ് എങ്ങനെയാണോ അത് ഇവര് റീക്രിയേറ്റ് ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. കുറെ നമ്മൾ ആക്ച്വലി ബാലിദ്വീപ് എനിക്ക് അറിയില്ല, എങ്ങനെയാണ് കണ്ടാലേ നമുക്ക് ഇവിടെ സൈഡിലൊക്കെ കുറെ പോസ്റ്റർ ഒക്കെ വെച്ചിട്ടുണ്ട്. ബാലിദ്വീപിൽ ഇന്നതാണുള്ളത്, ഇന്ന ഫോട്ടോസ് ഉണ്ട്. അതിനെ ഉദ്ദേശിച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ പോണ്ടും ഫിഷും അതിലൂടെ നടക്കാനുള്ള ഒരു ബ്രിഡ്ജ് പോലെയൊക്കെ. അതുപോലെ ഈ ഫിഷുകൾ ആ ബാലിദ്വീപിന്റെ ആദ്യ ബാലിദ്വീപ് ആക്ച്വലി ആ ഒരു പ്ലേസിൽ ഈ ഫിഷ് ഉണ്ട് എന്ന് കാണിക്കുന്നത്. ഇപ്പൊ പോസ്റ്റർ ഉണ്ടല്ലേ, ആ പോസ്റ്റിലുള്ളത് പോലെ തന്നെയാണ് ഇവിടെയും ഫിഷിനെയൊക്കെ വളർത്തി വെച്ചേക്കണത്. അപ്പൊ വന്നിട്ട് ഇവർക്ക് നമുക്ക് ഫിഷിന് നമുക്ക് ഫുഡ് കൊടുക്കാനുള്ളതൊക്കെ നമുക്ക് നടക്കും. പിന്നെ ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഞങ്ങൾക്ക് ആരും ഫോട്ടോ എടുക്കാനില്ലാതെ കാരണം ഞങ്ങൾ സെൽഫി എടുത്ത് ആഘോഷിച്ചു. അതെ. സോ പിന്നെ അവിടെ ഈ എന്ത് കിളിയാണോ കോഴിയാണോ എന്ന് എന്നോട് പറഞ്ഞു കോഴിക്കുഞ്ഞ് എന്തൊരു സൗണ്ട് വന്നായിരുന്നു, പക്ഷെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തൊരു ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ട് ഒക്കെ വരുന്നുണ്ടായിരുന്നു. സോ ഇവിടെ കണ്ടില്ലേ, ആൾക്കാരൊക്കെ ഫിഷിന് ഫീഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ്. കയ്യിൽ വന്നിട്ട് അത് ഫീഡ് എടുക്കും. നമ്മുടെ ഇത് കോഴിക്കാർപ്പ് അങ്ങനെയല്ലേ എന്റെ പേര്. അതന്നെ, ഞാനും അതുപോലെ തന്നെ ചെയ്യാൻ നോക്കി കേട്ടോ. എനിക്ക് കയ്യിൽ ഇക്ലിയൊക്കെയാണ് വന്നത്. നല്ല രസമാവുന്നുണ്ട് കയ്യില് ഫിഷ് വന്നിട്ട് നമ്മുടെ ഫുഡ് കഴിക്കണ ചെയ്യാനായിട്ട് നല്ലൊരു ഫീലായിരുന്നു വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. സോ നമുക്കിവിടെ എക്സോട്ടിക് ബേർഡ്സ് ഉണ്ടായിരുന്നു. നമുക്ക് വീട്ടിലുണ്ട്, അറിയാലോ, നമുക്ക് കൊണൂസ് ഉണ്ട്, അതുപോലെ തന്നെ അവിടെയും അവൈലബിൾ ആണ്. പക്ഷെ കൂടുതലൊന്നുമില്ല, ആകെ 2-3 കൂട്ടിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് ഇത് എൻഡിങ് ആകാറായിട്ടുണ്ടായി. ഈ ഏരിയയില് കുറെ ഫിഷും ബേർഡ്സ് ഒക്കെയാണ് നമുക്ക് കാണുന്നത്. പിന്നെ സ്മോക്ക്, പിന്നെ കുറച്ച് സീനറീസ്. നമുക്ക് ബാലിയിൽ എങ്ങനെയാണോ സീനറീസ്, അതെ, ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം. അതായത് ഫുൾ ഈ പുല്ല് ഗ്രാസ് അല്ലെ. ആക്ച്വലി ഇത് എന്തിനാണ് ഈ സ്മോക്ക് നോക്കിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഈ സ്മോക്ക് എന്താണെന്ന് പറയാൻ പാടില്ല, പക്ഷെ നല്ല രസമുണ്ട്. അത് കുറെ ഉണ്ടായിരുന്നു, അതിന്റെ പവർ കുറഞ്ഞതാണ്. സോ ആൾക്കാര് ഇവിടെ കുറെ പേര് വരുന്നുണ്ടായിരുന്നു. നല്ലോണം തിരക്കുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. കാരണം വെക്കേഷൻ ആണ്, ഓണം കഴിഞ്ഞുള്ളൂ. ഓണത്തിന്റെ വെക്കേഷൻ കഴിഞ്ഞ് ആൾക്കാര് വന്ന് ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നേക്കണായിരുന്നു. പിന്നെ കുറച്ച് മനുഷ്യരെയൊക്കെ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഫൗണ്ടൻ അതും ബാലിയിൽ ഉള്ളതാണ് എന്നാണ് അവിടെ കാണിച്ചേക്കണത്. സോ അങ്ങനെയാണ് ഈ ഏരിയയിൽ വരുന്ന സംഭവം. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് കുറച്ച് ഫിഷിനെ കാണാൻ പറ്റും. ആസ് യൂഷ്വൽ എല്ലായിടത്തും ഉണ്ട്. അതാണ് അരപ്പയ്മ, അങ്ങനെ. പിന്നെ നമുക്കിപ്പോ കുളത്തിലെ കാണുന്ന മീനെ പോലെയൊന്നും അല്ല കേട്ടോ, നല്ല കുറച്ചും കൂടെ എക്സോട്ടിക് ആയിട്ടുള്ള ഫിഷാണ്. കോസ്റ്റ്ലി ഫിഷ് ഒക്കെയാണ്. സോ അത് മറ്റേ എന്തുവാ സക്കറല്ല, ഇതൊരു കാറ്റ് ഫിഷ് ആണ്. അപ്പൊ അങ്ങനെ പിന്നെ അരപ്പയ്മ കുറെ ഫേമസ് ആണ്. ഏതൊരു ക്രോക്കഡൈലിന്റെ പേരുള്ളൊരു ഫിഷ് ഉണ്ടല്ലോ, അതന്നെ അരപ്പയ്മ എന്ന് പറഞ്ഞ സാധനം. അല്ല, വേറൊരെണ്ണം അതെനിക്കറിയാൻ പാടില്ല, സോറി. സോ അങ്ങനത്തെ കുറെ ഫിഷുകളും അങ്ങനെ നമുക്ക് അലിഗേറ്റർ യെസ് യു ആർ റൈറ്റ്. അപ്പൊ അലിഗേറ്റേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ മേളിൽ കൂടെ ഇങ്ങനെ ഓടി കിടക്കുന്നൊക്കെ കാണാം. അപ്പൊ അങ്ങനെയും കുറച്ച് സെക്ഷന് നമ്മൾക്ക് കാണാൻ പറ്റി. പിന്നെ കുറച്ച് കളർ ഫിഷസ് ഉണ്ടായിരുന്നു, അത് നല്ല രസമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഓടണമായിട്ട്, കാരണം ക്രൗഡഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പോ ആൾക്കാര് കാണാനായിട്ട് ഫോട്ടോ എടുക്കാനായിട്ടും ഇവിടെ കുറെ പേര് നിൽപ്പുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് നല്ല രസമായിരുന്നു കാണാൻ. മേളിൽ കൂടെയും നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ സ്വിം ചെയ്തോണ്ടിരിക്കാൻ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. പിന്നെ കുറച്ച് വെള്ളം ലീക്ക് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ പേടിച്ചൊക്കെയാണ് പോയത്, തലയിൽ വീഴോ ഇല്ലയോ എന്നുള്ളതുകൊണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അവർ നല്ല പ്രൊട്ടക്ഷനിലാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോ അങ്ങനെയാണ് നമ്മളുടെ ഈ സെക്ഷനിൽ വരുന്നത്. അപ്പോ ഫിഷിന്റെ കുറച്ച് കഴിഞ്ഞു, അതും ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ, വേറെ അധികം ഇല്ല ആക്ച്വലി. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകാനായിട്ട്. നമ്മൾ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് അധികം ഷൂട്ട് ചെയ്യാനൊന്നും സാധിച്ചില്ലായിരുന്നു.
അങ്ങനെ മോളോട്ടൻ അതിനായിട്ട് കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്നു. പിന്നെ പിള്ളേർക്ക് കുറച്ച് കൗതുകമായിട്ട് കുറച്ച് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 2 ഫിഷിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടോയ്സിനൊക്കെ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് ഇട്ടേക്കണ ഫിഷ് എന്ന് പറഞ്ഞാൽ മറ്റേ ടെട്ര അല്ലേ, എന്താണ് സീബ്ര ഫിഷ്. അത് തന്നെ പിടിച്ചാൽ പോലും കിട്ടൂല. അത് കാരണം അവർക്ക് ഒരു ഇതിന് അങ്ങോട്ടോടിയ ഇങ്ങോട്ടോടുന്ന സാധനമാണ്. പിന്നെ നമുക്ക് ഇവിടെ കുറെ സ്റ്റാൾസ് ഉണ്ടായിരുന്നു. ഓണച്ചന്തയിൽ നടക്കുന്ന എല്ലാ ഇതും ഇവിടെ അവൈലബിൾ ആയിരുന്നു. കുത്താമ്പള്ളിയിലെ മുണ്ടുകളും സാരികളും അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടോയ്സ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേഷനറീസ്, പിന്നെ ലേഡീസിന്റെ കമ്മല്, മാല. പിന്നെ എനിക്ക് ഇവിടെ പഴയകാല മിഠായി എനിക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റിയ ഒരു കൗതുകമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതെ, നോസ്റ്റ് അടിച്ചായിരുന്നു ആ സമയത്ത്. പിന്നെ മോൾട്ടൻ ഇവിടെ എന്താ ടോയ്സിനൊക്കെ എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമാണ്. ഞാൻ അതിന് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, എനിക്ക് മേടിച്ചതില്ല. പക്ഷെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇനി ഇവിടെ കാണുന്നത്. പിന്നെ ഇതൊരു പ്രത്യേകതരം ഒരു ടോയ് റീസെന്റ് ഭയങ്കര എന്തോ ലബു പിന്നെ കുറച്ച് കമ്മലും അങ്ങനത്തെ വരുന്നത്. പിന്നെ ഈറ്റബിൾ ഐറ്റംസ്, അതായത് ആക്ച്വലി പല സ്റ്റേറ്റ്സിൽ നിന്നും വന്ന് അവര് ഇവിടെ സ്റ്റോള് നടത്തിയിട്ടുണ്ട്. കോലാപ്പിരി ചെരുപ്പുകൾ അങ്ങനത്തെ രാജസ്ഥാനും അങ്ങനെ സ്ഥലത്തു നിന്നൊക്കെ വന്ന് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോ അത് നോർമലാണ്. ഞാൻ ഇതിനു മുമ്പും കുറെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഇതിൽ അത് കാണാനായിട്ട്. പിന്നെ നമുക്ക് വരുന്നത് ഏകദേശം എൻഡായി. ഇവിടെ കുറച്ച് പ്ലേറ്റ്സ്, കോക്കറി ഐറ്റംസ് ആണ് വന്നിരുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഒരു സാധാ റേറ്റിന് കൊടുക്കുന്ന ടൈപ്പ്. നമുക്ക് അധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ, എല്ലാം റേറ്റ് ഒക്കെ കുറവാണ്. കപ്പ്, സോസർ, അതായത് ഈ ചൈനയിലൊക്കെ കുടിക്കുന്ന ടൈപ്പ്, കൊറിയൻ ടൈപ്പ്. പിന്നെ ഞങ്ങളുടെ വണ്ണം ഒന്ന് കുറഞ്ഞില്ലെന്ന് നോക്കണുണ്ട് കണ്ണാടിയിൽ. അത് കുറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും സന്തോഷിക്കാലോ. പിന്നെ കുറച്ച് ഗെയിം സോൺ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കാർ ഗെയിംസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് വന്നപ്പോ ഫുഡ് ഐറ്റംസ് ആണ്. ആക്ച്വലി നമുക്ക് അധികമൊന്നും ഇല്ല, ബജ്ജിയൊക്കെ ആയിരുന്നു ഇവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഇനി ഈവനിങ്ങിൽ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ, നമ്മള് ഒരു 6 മുമ്പ് തന്നെ ഇറങ്ങിയായിരുന്നു. പിന്നെ വേറൊരു ഗെയിം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഗണ്ണൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. പിന്നെ അങ്ങനത്തെ പിന്നെ റിങ് എറിയല്. അപ്പൊ അതിനനുസരിച്ചിട്ട് ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ കിട്ടും, ഗിഫ്റ്റ് കിട്ടും. അപ്പൊ അതും നമുക്ക് നല്ല രസമായിട്ട് കണ്ടാണ്. പിന്നെ ലാസ്റ്റ് ആയപ്പോ കുറച്ച് ഇതുണ്ടായിരുന്നു. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. See you next video. Bye. Bye.